ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ. കൊടകരയിൽ നടപ്പാക്കാനിരുന്ന ഗതാഗത പരിഷ്കാരം വിവാദത്തിൽ. പ്രതിപക്ഷ കക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തിറങ്ങിയതോടെ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. വെറ്റിലപ്പാറയിൽ കാട്ടാനകളെ തുരത്തുന്ന ദൌത്യം 2 ദിവസം പിന്നിട്ടു. ദൌത്യത്തിനിടെ 3 കിലോമീറ്റർ അകലെ വീട്ടുമുറ്റത്ത് കാട്ടാനകളെത്തി. കുന്നംകുളത്ത് കിണറ്റിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരത്തംകോട് സ്വദേശിനി എൽസയാണ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരള തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. തൃശൂർ ചാലക്കുടിയിൽ വയോധികയെ ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,50,00,000 രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ടാണ് മന്ത്രി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചോർന്നൊലിച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നും പ്രധാനപ്പെട്ട ഫയലുകളും ഫർണിച്ചറും ഉപകരണങ്ങളും നശിച്ചു പോകുകയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതുമൂലം ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാലും കുന്നംകുളം MLA AC മൊയ്തീനും ചേർന്ന് നടത്തിയ അഴിമതി തുറന്നുകാട്ടുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് മെമ്പർമാർ പറഞ്ഞു. ഇന്ന് പഞ്ചായത്ത് കെട്ടിടത്തിനകത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം പഞ്ചായത്ത് ഓഫീസിനകത്ത് കെട്ടി നിൽക്കുകയും അതിനകത്തുള്ള ഫയലുകൾ നശിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഏകദേശം 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,80,00,000 രൂപ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടും ഉപയോഗിച്ച് പണിത ഈ പഞ്ചായത്ത് കെട്ടിടം എങ്ങും എത്താത്ത രീതിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബസന്ത്ലാലിന്റെ നേതൃത്വത്തിൽ അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ MLA AC മൊയ്തീന്റെ ഒത്താശയോട് കൂടെ നടന്നിട്ടുള്ള വലിയൊരു അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കെട്ടിടം. പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കേണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, തൊഴിലുറപ്പ് ഓഫീസ്, VOമാരുടെ ഓഫീസ് എന്നിവ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർക്ക് AC അടക്കമുള്ള സൗകര്യവും ഇൻവെർട്ടർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കറണ്ട് പോയാൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കാനുള്ള യാതൊരു സംവിധാനവും ഇവിടെയില്ല. മഴ പെയ്താൽ ചോർച്ചയും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമാണുള്ളത്. വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള സംവിധാനമില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ കുറ്റപ്പെടുത്തി. അശാസ്ത്രീയ രീതിയിലുള്ള നിർമ്മാണമാണ് മുൻ LDF പഞ്ചായത്ത് ഭരണസമിതി നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ ഓഫീസിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് മെമ്പർമാരും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണാനുള്ള നടപടിയുണ്ടാകുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന ശലമോൻ, MV വിജീഷ്, MR സജിത, ആനി, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടാണെന്ന കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാരുടെ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ 4 ഘട്ടങ്ങളിലായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുകളിലുണ്ടായിരുന്ന ഷീറ്റ് അഴിച്ചെടുത്തിരുന്നു. തുടർന്നാണ് ഓഫീസ് കെട്ടിടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. ഇത് തടയുന്നതിനുള്ള നടപടികൾക്കായി AEയോട് സംസാരിച്ച് കരാറുകാരൻ പണികൾ നടത്തുന്നുണ്ട്. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം വരാതിരിക്കാനായി ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്നും കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് പണി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആദ്യഘട്ടത്തിൽ നമ്മൾ 4ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ മേലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ മേലത്തെ ഷീറ്റ് അഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മഴ പെയ്തപ്പോൾ ഇന്നലെ ശക്തമായ മഴയിൽ വെള്ളം നമ്മുടെ ഓഫീസിന്റെ ഉള്ളിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസവും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ നമ്മുടെ എയോട് പറഞ്ഞ് അതിന്റെ ഇനി തുടർ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺട്രാക്ടർ അതിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനി നമുക്ക് മഴ പെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവര് പെട്ടെന്നൊരു സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതം തന്നെയാണ്. കാരണം അവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടകരയിൽ നടപ്പാക്കാനിരുന്ന ഗതാഗത പരിഷ്കാരം വിവാദത്തിൽ. പ്രതിപക്ഷ കക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തിറങ്ങിയതോടെ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. കൊടകര ടൗണിലെ വെള്ളിക്കുളങ്ങര റോഡിലുള്ള ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇരുഭാഗത്തേക്കുമുള്ള ബസ്സുകൾ നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് മറ്റു വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിനിടയാക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇതിന് പരിഹാരമായാണ് വെള്ളിക്കുളങ്ങര ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് ജൂൺ 1 മുതൽ പഴയ ദ്വാരക ജംഗ്ഷൻ പരിസരത്തേക്ക് മാറ്റിക്കൊണ്ട് പഞ്ചായത്ത് അധികൃതർ തീരുമാനമെടുത്തത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികളായ ബിജെപിയും സിപിഎമ്മും രംഗത്ത് വരികയും ട്രാഫിക് കമ്മിറ്റിയിൽ ഈ തീരുമാനത്തെ എതിർക്കുകയുമായിരുന്നു. ബസ് സ്റ്റോപ്പ് മാറ്റാനുള്ള തീരുമാനം ജനദ്രോഹപരമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണിതെന്നും LDF ആരോപിച്ചു. അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൊടകരയിലെ യാത്രക്കാർക്ക്, ബസ് യാത്രക്കാർക്ക് വലിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ബസ് ഇറങ്ങി വരുന്ന യാത്രക്കാർക്ക് അങ്ങാടിയിലേക്കും മറ്റു സേവനങ്ങൾക്കും പോകേണ്ടി വരിക. ഇപ്പോൾ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അകലം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ശാന്തി ആശുപത്രിയിലേക്കും ചാലക്കുടിയിലേക്കും പോകുമ്പോൾ കൂടുതൽ ദൂരം നടക്കേണ്ട സാഹചര്യം വരികയാണ്. ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന്, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. വെള്ളിക്കുളങ്ങര ഭാഗത്തുനിന്നുള്ള ബസ്സുകൾ ദ്വാരക ജംഗ്ഷനിൽ നിർത്തി ആളെ ഇറക്കുന്ന പരിഷ്കാരം നടപ്പാക്കിയാൽ യാത്രക്കാർ ഏറെ ദുരിതം നേരിടുമെന്നും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകാനായി വരുന്നവർക്ക് ഏറെ ദൂരം നടക്കുകയോ ഓട്ടോ വിളിച്ചു പോകേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ ഇതുമൂലം വരുമെന്നും BJP അംഗം പറഞ്ഞു. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, ജനങ്ങളെ മാത്രമല്ല സ്കൂൾ കുട്ടികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്രയും കഠിനമായ ഒരു ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ബസ് സ്റ്റോപ്പ് മാറ്റുകയല്ല വേണ്ടത്. ബസ് സ്റ്റാൻഡ് നവീകരിച്ച് വരുന്നതും പോകുന്നതുമായ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്നതും വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുന്നതുമായ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറിയ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ഒരു പുനരുദ്ധാരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് BJP ഭാരവാഹികളും വാർഡ് അംഗങ്ങളും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. അതേസമയം വെള്ളിക്കുളങ്ങര റോഡിലെ ഗതാഗത കുരുക്കും പൊതുജനങ്ങളുടെ പരാതിയും കണക്കിലെടുത്താണ് നേരത്തെ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി കൂടി ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പരാതികൾ പരിശോധിച്ച് ഉചിതമായ പരിഹാരം കാണുകയും അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും ചെയ്ത് ബസ്സുകൾ നിർത്താനുള്ള ക്രമീകരണം ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമായതായി പ്രസിഡന്റ് അറിയിച്ചു. ട്രാഫിക് കമ്മിറ്റി ഒന്നുകൂടി വിളിച്ചു ചേർത്തിക്കൊണ്ട് ഇവിടുന്ന് ബസ് നിർത്തുന്ന സംവിധാനം മാറ്റി പകരം മറ്റൊരു സ്ഥലത്തേക്ക്, 2 സ്ഥലത്തേക്കും പോകാവുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥലം കൂടി കണ്ടെത്താനായിട്ട് വീണ്ടും ട്രാഫിക് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. TCV ന്യൂസ് കൊടകര. വെറ്റിലപ്പാറയിൽ കാട്ടാനകളെ തുരത്തുന്ന ദൌത്യം 2 ദിവസം പിന്നിട്ടു. ദൌത്യത്തിനിടെ 3 കിലോമീറ്റർ അകലെ വീട്ടുമുറ്റത്ത് കാട്ടാനകളെത്തി. വെറ്റിലപ്പാറ ചാത്തോളി മാത്യുവിന്റെ വീട്ടിലാണ് പുലർച്ചെ 2 ആനകൾ തീറ്റ തേടിയെത്തിയത്. CCTV ക്യാമറയിൽ ഇതിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ശബ്ദം കേട്ട വീട്ടുകാർ അകത്തുനിന്നും ബഹളമുണ്ടാക്കിയാണ് ആനകളെ തുരത്തിയത്. വേശ്ശേരിയിലെ സംഭവത്തെ തുടർന്ന് നാട്ടിൽ ഭീതി പടർന്നതിനാൽ വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. കുന്നംകുളത്ത് ഓൺ ചെയ്ത് നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കളിക്കുന്നതിനിടെ വാഹനം മുന്നോട്ട് നീങ്ങി കിണറ്റിലേക്ക് മറിഞ്ഞ് 4 വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളം മരത്തങ്കോട് അമ്പലംപള്ളി സ്വദേശി ബിന്നി സീമ ദമ്പതികളുടെ മകൾ എൽസയ്ക്കാണ് പരിക്കേറ്റത്.
കുട്ടിയെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ കുട്ടിയുടെ അമ്മയുടെ പിതാവ് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി വീട്ടിലേക്ക് വന്ന സമയത്താണ് അപകടം നടന്നത്. വീട്ടിലെത്തിയ അദ്ദേഹം ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ചാവി ഓഫ് ചെയ്യാൻ മറന്നിരുന്നു. ഈ സമയം ഓട്ടോറിക്ഷയിൽ കയറിയ എൽസ അബദ്ധത്തിൽ വാഹനത്തിന്റെ ആക്സിലേറ്റർ കൊടുത്തതോടെ നിയന്ത്രണം വിട്ട് വീടിന്റെ സമീപത്തെ കിണറ്റിലേക്ക് മറിയുകയും കുട്ടി കിണറ്റിൽ അകപ്പെടുകയുമായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അയൽവാസി കിണറ്റിലിറങ്ങി കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് കുന്നംകുളം ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി കിണറ്റിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ പുറത്തെടുത്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ ഒന്നിനു പിന്നിൽ ഒന്നായി 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 3 പിക്കപ്പ് വാനുകളും ബസും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ദേശീയപാത പെരിഞ്ഞനത്ത് ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി രഞ്ജിത് സിംഗ്, തമിഴ്നാട് സ്വദേശി രാജ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിഞ്ഞനം യമുന ഹാളിന് മുന്നിലായിരുന്നു അപകടം. കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോകുന്ന ലോറിയും കായ കയറ്റിപ്പോയിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് റോഡിലെ ഡിവൈഡറിലും ട്രാഫിക് സിഗ്നലിലും ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് നിന്നത്. ബസ്സിലെ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പട്ടാമ്പി റോഡിൽ വൺവേക്ക് സമീപം സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർദിശയിൽ നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. അളഗപ്പ നഗറിൽ സ്കൂട്ടർ വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരന്തരപ്പള്ളി വേലൂപ്പാടം കിണർ സ്വദേശി കരിയത്താൻ വീട്ടിൽ വേലായുധന്റെ മകൻ 26 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയിലാണ് മരിച്ചത്. കല്ലൂർപ്പാടം വഴിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് അളഗപ്പ പാർക്കിന്റെ കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ തോന്നൂർക്കര സ്വദേശികളായ ചെറുവത്തൂർ മണിയൻ, അങ്ങാട്ട് നാരായണൻകുട്ടി, ഭാര്യ വിമല എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരള തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതാണ് മഴ ശക്തമാകാൻ കാരണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു.
ശക്തമായ മഴയിൽ തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും കിണറിലേക്ക് വീണു. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കാഞ്ഞിരക്കോട്ട് തോറ്റുപാലം സിത്താര ഹൌസിൽ സേതുവിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണർ ഇടിഞ്ഞതോടെ വീടിന് തകർച്ചാ ഭീഷണിയുണ്ട്. സമീപത്തെ വടക്കൻ വീട്ടിൽ ഷീനയുടെ വീട്ടുമതിലും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. ചൊവ്വന്നൂരിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചൊവ്വന്നൂർ കരിപ്പറമ്പിൽ സുധാസിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം കടപുഴകി വീണത്. വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ ആസ്പെറ്റോസും ഷീറ്റുകളും അടുക്കള ഭാഗത്തെ ഷീറ്റുകളും മേൽക്കൂരയിലെ ഇരുമ്പു ഷീറ്റുകളും തകർന്നു. ആർക്കും പരിക്കില്ല. ഗുരുവായൂരിൽ ശക്തമായ മഴയിൽ റോഡരികിലെ മരം കടപുഴകി വീണു. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡിലെ വലിയ ചീനിമരമാണ് കടപുഴകിയത്. സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലേക്കാണ് മരം വീണത്. റോഡിന്റെ ഒരു വശം തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ സ്ലാബ് മതിലും ഭാഗികമായി തകർന്നു. ഈ മരത്തോട് ചേർന്ന് നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് വാർഡ് കൌൺസിലർ നൌഷാദ് അഹ്മുവിന്റെ നേതൃത്വത്തിൽ 1 മാസം മുമ്പ് മാറ്റി സ്ഥാപിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടയാക്കിയില്ല. കനത്ത മഴയിൽ ദേശീയപാത മണത്തലയിൽ വീണ്ടും അപകടക്കുഴി രൂപപ്പെട്ടു. സ്ത്രീ ഉൾപ്പെടെ 3 പേർ കുഴിയിൽ വീണു. ദേശീയപാത സർവീസ് റോഡ് മണത്തല പള്ളിക്ക് വടക്ക് ഭാഗത്താണ് ഇരുചക്ര യാത്രികർക്ക് ജീവൻ ഭീഷണിയാകുന്ന അപകടക്കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ കുഴി മണ്ണിട്ട് നികത്തിയെങ്കിലും മഴ കനത്തതോടെ വീണ്ടും വലിയ ഗർത്തമായി മാറി. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി കാണുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നതിനാൽ താൽക്കാലികമായി കുഴി മണ്ണിട്ട് നികത്തിയാൽ വീണ്ടും കുഴി രൂപപ്പെടുന്ന സ്ഥിതിയാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചേലക്കര സൂപ്പിപ്പടി പൊട്ടിക്കുന്ന മല്ലൻകാവിന് സമീപം മരം വീണ് 2 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. ആളപായമില്ല. വൈദ്യുതി ലൈനിനടുത്തുള്ള പ്രദേശത്തെ മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ചാലക്കുടിയിൽ വഴിയാത്രക്കാരായ വയോധികയെ ആക്രമിച്ച് ബോധം കെടുത്തി സ്വർണം കവർന്ന കേസിലെ പ്രതി അറസ്റ്റിലായി. തലശ്ശേരി സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. കണ്ണൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഓൺലൈൻ ലോൺ അപ്രൂവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഇയാൾ ആർഭാട ജീവിതം നയിക്കാനാണ് കൊള്ള നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി പോട്ട വാഴക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രതി. കഴിഞ്ഞ മെയ് 30-ന് പുലർച്ചെയാണ് വാഴക്കുന്ന് സ്വദേശിയായ വയോധിക വീട്ടിൽ നിന്നും പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനിടെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, ഇൻസ്പെക്ടർ T ശശികുമാർ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, VU സിൽജോ, AU റെജി, MJ ബിനു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ റൂറൽ പോലീസ് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി ശക്തമാക്കുമെന്ന് റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വിൽപ്പനക്കാർ, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവർ, ധനസഹായം ചെയ്ത് നൽകുന്നവർ തുടങ്ങിയവരെ മരണത്തിന്റെ വ്യാപാരികളായി കണക്കാക്കുമെന്നും ഇവർക്കെതിരെ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി റൂറലിലെ 500 സ്കൂളുകളിൽ പോസ്റ്റർ പ്രചരണം നടത്തിയതായും കുട്ടികൾക്ക് ബോധവൽക്കരണ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. റൂറൽ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായും തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും SP കൃഷ്ണകുമാർ അറിയിച്ചു. നേട്ടങ്ങളുടെ പട്ടികയുമായി തൃശൂർ ജില്ലാ റൂറൽ പോലീസ്. ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി റൂറൽ SP. 2025 ജനുവരി മുതൽ 2026 മെയ് വരെ കാപ്പ പ്രകാരം 50 പേരെ ജയിലിലടയ്ക്കുകയും 207 പേരെ നാടുകടത്തുകയും ചെയ്തതായി റൂറൽ SP B കൃഷ്ണകുമാർ വ്യക്തമാക്കി. വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനായുള്ള പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി തൃശൂർ റൂറൽ പോലീസ് സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 12 മാസത്തിനിടെ ഏകദേശം 1 ലക്ഷം അപേക്ഷകളാണ് കാലതാമസമില്ലാതെ തീർപ്പാക്കിയത്. വാഹനാപകടം സംഭവിച്ചാൽ ഉടമയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിന് അത്യാവശ്യമായ പോലീസിന്റെ GD സർട്ടിഫിക്കറ്റ് 48 മണിക്കൂറിനുള്ളിലാണ് റൂറൽ പോലീസ് ലഭ്യമാക്കുന്നത്. സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട പണം അതിവേഗം തിരിച്ചുപിടിച്ചു നൽകുന്നതിൽ റൂറൽ പോലീസ് സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. 2026 മെയ് വരെ വിവിധ കേസുകളിലായി 3.34 കോടി രൂപ പരാതിക്കാർക്ക് തിരികെ നൽകാൻ സാധിച്ചതായി റൂറൽ SP പറഞ്ഞു. നാട്ടിൽ കുറ്റകൃത്യങ്ങൾ നടത്തി വിദേശത്തേക്ക് കടന്ന് രക്ഷപ്പെടുക എന്ന രീതിക്ക് അന്ത്യം കുറിച്ച് ഓപ്പറേഷൻ സുദർശന വഴി വിവിധ രാജ്യങ്ങളിൽ നിന്നായി 80 പ്രതികളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു. ഇതിനായി രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. 112 എന്ന എമർജൻസി നമ്പർ സംവിധാനത്തിന്റെ റൂറൽ പോലീസിന്റെ പ്രതികരണ സമയം വേഗത്തിലാക്കിയത് മികച്ച നേട്ടമാണെന്ന് റൂറൽ പോലീസ് വ്യക്തമാക്കി. TCV ഇരിങ്ങാലക്കുട.
ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 3 ആഴ്ചയോളം അടച്ചിട്ട ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഒരാഴ്ച മുമ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചുവെങ്കിലും സ്ലാബുകൾക്കിടയിലെ ജോയിന്റുകളിൽ നടത്തിയ കോൺക്രീറ്റ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പാലം പണി പിന്നെയും നീണ്ടത്. പുഴയിൽ നിന്നുള്ള 7 തൂണുകൾക്കും മുകളിലെ സ്ലാബുകൾക്കും ഇടയിലുള്ള 42 ബെയറിംഗുകളാണ് മാറ്റി സ്ഥാപിച്ചത്. അർദ്ധവാർഷിക പരിശോധനയിൽ കണ്ടെത്തിയ തകരാറിനെ തുടർന്ന് GIPL കമ്പനിക്ക് അറ്റകുറ്റപ്പണികൾക്ക് കരാർ നൽകുകയായിരുന്നു. പ്രവൃത്തികൾ നടക്കുന്നതിനിടയിൽ ഒരു ഭാഗത്തുകൂടി ഭാരം കുറഞ്ഞ വാഹനങ്ങളെ കടത്തിവിട്ടത് രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കരുവന്നൂർ വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയ പാലത്തിന്റെ മുകളിൽ നിന്ന് കഴുത്തിൽ കയർ കുരുക്കി ചാടിയതാണെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വലിയ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യകൾ കൂടിയ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷമാണ് വലിയ പാലത്തിന് ഇരുവശത്തുമായി ഫെൻസിംഗ് സ്ഥാപിച്ചത്. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ കനാൽ റോഡിലെ വീട്ടിൽ മോഷണം. ആമ്പല്ലൂർ നാട്ടേക്കാടൻ ജെറി ബിജുവിന്റെ വീട്ടിലാണ് AC തകർത്ത് ചെമ്പ് കമ്പി മോഷ്ടിച്ചത്. ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ചെമ്പ് കമ്പിയാണ് മുറിച്ചെടുത്തത്. വീട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. തിരുവില്ലാമല മലേശമംഗലത്ത് പ്രവർത്തിക്കുന്ന ശിവജി നഗർ 148 നമ്പർ അംഗൻവാടിയിലെത്താൻ കുഞ്ഞുങ്ങൾക്ക് കാട് താണ്ടണം. കാടിനകത്തുള്ള ഈ അംഗൻവാടിയിലേക്ക് പോകുന്ന കുട്ടികൾ യാതൊരുവിധ സുരക്ഷയും ഇല്ലാത്ത രീതിയിലുള്ള യാത്രയാണ് നേരിടുന്നത്. കാടിലൂടെയും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുമുള്ള യാത്രയിൽ പാമ്പുകടി ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടാണ് കുട്ടികൾ അംഗനവാടിയിലേക്ക് പോകുന്നത്. കൊട്ടിഘോഷിച്ചുള്ള പ്രവേശനോത്സവങ്ങൾ നടക്കുമ്പോഴും നിർധന വിഭാഗത്തിൽപ്പെട്ട ഉന്നതിയിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ തുടർക്കഥയാവുകയാണ്. മുപ്പത്തഞ്ച് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന അംഗനവാടിയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ തലച്ചുമടായി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ടീച്ചർക്കും സഹപ്രവർത്തകർക്കും. അംഗൻവാടിയുടെ 100% പ്രവർത്തനങ്ങളും നടത്തിയെന്ന് സംവിധാനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച വാട്ടർ ടാങ്ക് ഉൾപ്പെടെ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. മഴക്കാലമായാൽ പാമ്പ് ഉൾപ്പെടെയുള്ള ഉരകജീവികളുടെ ഭീഷണിയും പ്രദേശവാസികൾ നേരിടുന്നുണ്ട്. കുടിവെള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ അംഗനവാടിയിൽ ഇല്ല. കുരുന്നുകളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണം പാചകത്തിനുമെല്ലാം വെള്ളം തലച്ചുമടായാണ് ടീച്ചറും സഹായിയും എത്തിക്കുന്നത്. കാടിനുള്ളിലൂടെ പോകുന്ന ഈ സ്ഥലത്ത് മലവെള്ളപ്പാച്ചിൽ വരുന്ന സ്ഥലം കൂടിയാണെന്നതിനാൽ മഴക്കാലങ്ങളിൽ പല കുട്ടികളും അംഗൻവാടിയിലേക്ക് വരാറില്ല. ഉന്നതികളുടെ പേര് മാറ്റിയാൽ മാത്രം പോരാ, ഉന്നതികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളും നൽകണമെന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അവസ്ഥ. TCV തിരുവില്ലാമല.
വടക്കാഞ്ചേരി പാർലിക്കാട് വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ഇരുചക്രവാഹനങ്ങൾ മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാക്കളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പറവൂർ സ്വദേശികളായ കൈത്താരം ദേശത്ത് കൊരണിപ്പറമ്പിൽ ജിതിൻ, ചെറുപറമ്പത്ത് വീട്ടിൽ ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ ശാന്തിനഗർ മുല്ലക്കര വീട്ടിൽ മനീഷാണ് അറസ്റ്റിലായത്. കുട്ടികൾക്ക് ലഹരിവസ്തുക്കൾ എത്തിച്ചു നൽകാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. കനത്ത മഴയെ തുടർന്ന് അന്തിക്കാട് കല്ലിട വഴിയിലെ ഒഴിഞ്ഞ വട്ടം പാടം നിറയെ മഞ്ഞത്തവളകൾ പ്രത്യക്ഷപ്പെട്ടത് കൗതുക കാഴ്ചയായി. ഉച്ചത്തിൽ ക്രോം ക്രോം വിളികൾ ഉയർന്നതോടെയാണ് പുല്ല് നിറഞ്ഞു കിടക്കുന്ന പാടത്തെ മഞ്ഞത്തവളകളെ നാട്ടുകാർ ശ്രദ്ധിച്ചത്. ഭൂരിഭാഗം തവളകളും ഇണചേരുന്ന നിലയിലായിരുന്നു. പോക്കാച്ചി തവളകൾ എന്ന പേരിലാണ് ഇവ നാട്ടിൻ പുറത്ത് അറിയപ്പെടുന്നത്. ഹോപ്ലോ ബട്രാക്കസ് ടൈഗ്രിനസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. മഞ്ഞ നിറത്തിലുള്ള ആൺതവളകൾ ഇളം പച്ച നിറത്തിലുള്ള പെൺതവളകളുമായി ഇണചേരുന്നതിനായി എത്തുമ്പോഴാണ് കൂടുതലും ഇത്തരത്തിൽ കൂട്ടമായി ഇവയെ കാണുന്നത്. 45 ദിവസങ്ങൾക്കുള്ളിൽ പെൺതവളകൾ മുട്ടയിട്ട് വാൽമാക്രി പരുവം കഴിഞ്ഞാണ് വളർച്ചയെത്തിയ തവളകളായി മാറുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലുപ്പമുള്ള തവളകളാണ് മഞ്ഞത്തവളകൾ. 77 വർഷത്തെ ജീവിതത്തിനിടയിൽ ഇത്തരമൊരു തവളക്കാഴ്ച ആദ്യമാണെന്ന് പ്രദേശവാസിയായ വാലപ്പറമ്പിൽ സെബിയ മൂസ പറഞ്ഞു. 70 വയസ്സിലകത്ത് ഇങ്ങനത്തെ ഒരു തവളകളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കോൾ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. എങ്കിലും ഇങ്ങനത്തെ ഈ തവളകളെ കണ്ടപ്പോൾ അതൊരു അതിശയമായിട്ട് തോന്നി. അതിന് നല്ലതിനാണ് പൊട്ടയ്ക്കെന്ന് അറിയില്ല നമുക്ക്. മഞ്ഞത്തവളകളെ കേരളത്തിൽ അധികമൊന്നും കാണുന്നില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇവ വ്യാപകമാണ്. അന്തിക്കാട്ടെ വട്ടനിലത്തിലെ ഈ മഞ്ഞ കാഴ്ച കാണാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരെത്തിയിരുന്നു. TCV തൃശൂർ. പാഞ്ഞാൾ പൈങ്കുളത്ത് തനിച്ച് താമസിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേരപ്പറമ്പിൽ വീട്ടിൽ പരേതനായ രാമൻ ഭാര്യ 69 വയസ്സുള്ള നാരായണിയാണ് മരിച്ചത്. 3 പെൺമക്കളെയും കല്യാണം കഴിച്ചുകൊടുത്ത ഇവർ തനിച്ചാണ് താമസിക്കുന്നത്. രാവിലെ മക്കൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളെത്തി അന്വേഷിച്ചപ്പോഴാണ് വീടിനകത്ത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച ലൈബ്രറി സംഗമം വിയൂർ ഗ്രാമീണ വായനശാലയിൽ നടന്നു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് വി മുരളി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി കെ രാമചന്ദ്രൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് PV മോഹനൻ, ജോയിന്റ് സെക്രട്ടറി TM റോയ്, ജില്ലാ കൌൺസിൽ അംഗം ND സത്യൻ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ME രാജൻ, പ്രമോദ് വടൂക്കര തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂരിൽ ദേശീയപാത മുറിച്ചുകടന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത് വൻ അപകട ഭീഷണി ഉയർത്തുന്നു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദിവസേന ജീവൻ പണയം വെച്ച ദേശീയപാത മുറിച്ചുകടക്കുന്നത്. നേരത്തെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ 2 പേരുടെ ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ വടക്കുഭാഗത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ബസ് കയറുന്നതിനായി ദേശീയപാത മുറിച്ചു കടക്കേണ്ടി വരുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലൂടെ അമിത വേഗതയിലാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത്. ഇത് കാൽനടയാത്രക്കാരായ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. അകലാട് ഉൾപ്പെടെയുള്ള സമീപഭാഗങ്ങളിൽ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധി. ഇതുമൂലം സർവീസ് ബസ്സുകൾക്ക് സർവീസ് റോഡിലൂടെ പോകാനാകാതെ പ്രധാന ദേശീയപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. വിദ്യാർത്ഥികളുടെ അപകട സാധ്യത കണക്കിലെടുത്ത് ഇവിടെ ദേശീയപാത അതോറിറ്റി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. അധികൃതരുടെ ഈ നിസ്സംഗതയ്ക്കെതിരെ MLA ഉൾപ്പെടെയുള്ളവർ വ്യാപക പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പ്രതിവിധി കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു ദുരന്തത്തിന് എടക്കഴിയൂർ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. വിദ്യാർത്ഥികളുടെ ജീവന് കാവലാകാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പ്രധാന ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. തളിക്കുളം പഞ്ചായത്ത് സ്നേഹസാന്ത്വനം ബഡ് സ്കൂൾ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹ്മത്തുള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI ഷൌക്കത്ത് അലി, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ, ICDS സൂപ്പർവൈസർ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുമെന്ന വ്യാജ പ്രഖ്യാപനം നടത്തി വിദ്യാർത്ഥികൾക്ക് TC നൽകാതെ അധികൃതർ പിടിച്ചുവെക്കുന്നതായി പരാതി. കുന്നംകുളം ചൊവ്വന്നൂരിലെ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിനെതിരായാണ് ആരോപണം. നിലവിൽ UP സ്കൂളായ ഈ സ്ഥാപനം ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി സ്കൂൾ അധികൃതർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഈ അപേക്ഷയിൽ അനുകൂലമായ തീരുമാനമോ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യലോ നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് തുടർ പഠനത്തിനായി മറ്റ് വിദ്യാലയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. എന്നാൽ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് ഉടൻ തന്നെ 8ാം ക്ലാസ് ആരംഭിക്കുമെന്ന വാഗ്ദാനം നൽകി സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകാതെ പിടിച്ചുവെച്ച് രക്ഷിതാക്കളെയും കുട്ടികളെയും വിഡ്ഢികളാക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. TC ലഭിക്കാത്തതിനാൽ കുട്ടികൾക്ക് മറ്റ് സ്കൂളിൽ പോയി ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കാത്ത പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് വിടുതൽ സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കുന്നംകുളം നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, തൃശൂർ DDE, ചാവക്കാട് DEO എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂള് UP ഹൈസ്കൂളുമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതു ഡയറക്ടർക്ക് ഇവര് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് യാതൊരു മറുപടിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അവിടെ ബോയ്സ് 7 വരെ പഠിച്ച കുട്ടികൾക്ക് ഹൈസ്കൂള് ഇപ്പൊ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് TC കൊടുക്കാതെ ആ TC പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ സ്കൂള് തുറന്നു. ഇനി കുട്ടികൾ ഇത് വൈകും തോറും ഈ കുട്ടികൾക്ക് മറ്റു സ്കൂളുകളിൽ ചേരാനോ അല്ലെങ്കിൽ മറ്റു സ്കൂളിലെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ചേരാനോ കഴിയില്ല. അതുപോലെ തന്നെ ഇനി സീറ്റ് ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവി അപകടത്തിലാവും. TC നൽകാതെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന സ്കൂളിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്കൂളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് TC നൽകാൻ തയ്യാറാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. TCV ന്യൂസ്, കുന്നംകുളം. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടിക്ക് സൈക്കിളും 5 കുട്ടികളുടെ പഠനത്തിനാവശ്യമായ തുകയും സ്കൂളിന് കൈമാറി. സംഘടനാ ഭാരവാഹികളായ ഡോക്ടർ സജീഷ് വിശ്വനാഥൻ, TS ഷെജിൻ, VG ഗിരീഷ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയന്തി, PTA പ്രസിഡന്റ് ജോഷി, സ്കൂൾ മാനേജർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്നും പഠിച്ചുപോയത് അന്ന് വളരെ മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നിക്കുക, അനുസരിക്കുക, അത് മമ്മിയൂർ മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് CA ലോകനാഥന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് താമരയൂർ മെട്രോ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. 50 പേർക്ക് ചികിത്സാ സഹായവും 100 അമ്മമാർക്ക് പുടവ വിതരണവും 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്യും. ലോകനാഥന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ BP ഉണ്ണികൃഷ്ണനും, കാരുണ്യ പ്രവർത്തകനുള്ള പുരസ്കാരം VT ബിനുവിനും, വ്യാപാരി മിത്രം പുരസ്കാരം അസോസിയേഷൻ സ്ഥാപക നേതാവ് CP വർഗീസിനും സമ്മാനിക്കും. അസോസിയേഷൻ ഭാരവാഹികളായ P മുരളീധരൻ, CP വർഗീസ്, CV ഗിരീഷ് കുമാർ, CF റോബർട്ട്, VC തോമസ്, ജോസ് ലൂവിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ. കൊടകരയിൽ നടപ്പാക്കാനിരുന്ന ഗതാഗത പരിഷ്കാരം വിവാദത്തിൽ. പ്രതിപക്ഷ കക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തിറങ്ങിയതോടെ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. വെറ്റിലപ്പാറയിൽ കാട്ടാനകളെ തുരത്തുന്ന ദൌത്യം 2 ദിവസം പിന്നിട്ടു. ദൌത്യത്തിനിടെ 3 കിലോമീറ്റർ അകലെ വീട്ടുമുറ്റത്ത് കാട്ടാനകളെത്തി. കുന്നംകുളത്ത് കിണറ്റിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരത്തംകോട് സ്വദേശിനി എൽസയാണ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരള തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. തൃശൂർ ചാലക്കുടിയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും.